അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിരിച്ചിരിക്കുകയാണ് ഗസയിലുള്ള ഹമാസ് പോരാളികൾ. ഇന്ന് 4 ഇസ്രായേലിന്റെ സൈനികരെയാണ് പിടികൂടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇസ്രായേലിന്റെ 4 സൈനികരെ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ ഹമാസിന് സാധിച്ചത് എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. 4 സൈനികരെ പിടികൂടുകയല്ല, നിരവധി ഇസ്രായേലിന്റെ സൈനികരെ വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയാണ് ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്ന ഏറ്റവും ഭീകരമായ ഒരു സംഭവം ഗസയിൽ ഉണ്ടായിരിക്കുന്നത്. ഗസയിലെ ഹയ്യു സൈത്തൂനിലാണ് സംഭവം. കഴിഞ്ഞ രാത്രി 3 പ്രത്യേക ആക്രമണങ്ങളാണ് ഹമാസ് നടത്തിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇസ്രായേൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്, രാത്രി കാണാൻ സൗകര്യമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സൈന്യത്തെ ഹമാസ് നിരീക്ഷിക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് 4 സൈനികരെ കാണാനില്ല, അവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇപ്പോൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്, അവരുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, 11 പേർ അതിഗുരുതരമായ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ പത്രക്കാരെ ഒന്നും ആ ഭാഗത്തേക്ക് ഇസ്രായേൽ അടുപ്പിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം. യഥാർത്ഥത്തിൽ നിലവിൽ 9 ഹെലികോപ്റ്ററുകൾ സൈനികരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവിടെ എത്തിയെന്ന വാർത്ത വരുന്നു. 9 ഹെലികോപ്റ്ററുകൾ എത്തുമ്പോൾ ഡസൻ കണക്കിന് സൈനികരായിരിക്കും ഇതിൽ കുടുങ്ങിപ്പോവുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവുക എന്നതിൽ സംശയമില്ല. ഈ 3 ആക്രമണങ്ങളും ഹയ്യു സൈത്തൂനിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഒളിയാക്രമണങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ഗസയിൽ ഹമാസ് കടന്നാക്രമണങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അബൂ ഉബൈദ മണിക്കൂറുകൾക്ക് മുമ്പാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഗസയെ അധിനിവേശം നടത്താൻ ഇസ്രായേൽ ശ്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ സൈനികർക്ക് അത് ഭീഷണിയാകും, അവരെ രക്തത്തിനാണ് നെതന്യാഹു ഇപ്പോൾ വില പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇസ്രായേലിന്റെ സൈനികർക്ക് അത്തരത്തിലൊരു ശ്രമം നടത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒന്നിരിക്കെ അവർ ബന്ദികളാക്കപ്പെടും, അല്ലെങ്കിൽ അവർക്ക് മരണമായിരിക്കും. ഈ രണ്ടാമൊരു ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അത്തരം ഒരു കാര്യം ഞങ്ങൾക്ക് എളുപ്പമാക്കുന്നതാണ് ഇസ്രായേലിന്റെ അധിനിവേശ തീരുമാനമെന്നാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ഗസയിലെ ഹമാസിന്റെ തലവൻ പറഞ്ഞിരുന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ആക്രമണം ഇസ്രായേലിന്റെ സൈനികർക്ക് മുന്നിൽ വരുന്നത്. നെറ്റ്സാഹ് യഹൂദ എന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ബറ്റാലിയനാണ് ഈ ഒരു ആക്രമണത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. രാത്രി ഏകദേശം 11 മണിക്ക് ശേഷം പ്രഭാതത്തോട് അടുക്കുന്ന സമയം വരെ അതിശക്തമായ സംഘട്ടനം നീണ്ടു നിൽക്കുകയാണ് എന്നാണ് വാർത്തകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, 4 സൈനികരെ പിടികൂടണമെങ്കിൽ ആ ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിന്റെ സൈനികരുടെ ഏറ്റവും പ്രൊട്ടക്ഷൻ ഉള്ള, വളരെ സെക്യൂരിറ്റിയുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടങ്ങളിലേക്ക് അവർ കടന്നു കയറി എന്നാണല്ലോ ഇതിനർത്ഥമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ സൈനികർക്ക് അവിടെ സെക്യൂരിറ്റി ഉണ്ടോ, സുരക്ഷയുണ്ടോ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഇപ്പോൾ ഈ വാർത്ത ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു വരുന്നത് ഇസ്രായേൽ നേതൃത്വത്തിന് ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്നുണ്ട്. കാരണം അതിശക്തമായ പ്രതിഷേധമായിരിക്കും ഈ ഒരു വാർത്ത പരക്കുന്നതോടുകൂടെ ഇസ്രായേലിനകത്ത് ഉണ്ടാവുക. മാത്രമല്ല ഇപ്പോൾ തന്നെ നിരവധി വിലാപങ്ങളാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ആരാധനാ കർമ്മങ്ങളും പ്രാർത്ഥനകളും ഇപ്പോൾ അവരുടെ സൈനികർക്ക് വേണ്ടി ഇസ്രായേലിലെ ജനങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള സന്ദേശങ്ങൾ അവർ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗസയെ അധിനിവേശം നടത്താൻ വേണ്ടി ഒരുങ്ങിയ നെതന്യാഹുവിനെ ഇതിന് തീരുമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരുമോ എന്നറിയില്ല. എന്തായാലും ഇത് ഇപ്പോൾ ഒരു പരമ്പരയായി മാറുകയാണ്. ഹമാസ് ഇസ്രായേലിന്റെ സൈനികർക്ക് വലവിരിക്കുക മാത്രമല്ല, നേരിട്ട് കടന്നാക്രമണം നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ഇസ്രായേലിനെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന് ഗസയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ ഈ ആക്രമണങ്ങൾ ഒരുപക്ഷേ കാരണമാകുമെന്ന് തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. എന്തായിരുന്നാലും ഹമാസ് എന്നറിയപ്പെടുന്ന ഒരു സായുധ സംഘത്തെ കീഴടക്കാൻ ഇസ്രായേലിന് വർഷങ്ങൾ എടുത്താലും സാധ്യമാവുകയില്ല എന്ന് ഉറക്കെ പറയുന്ന തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇസ്രായേലിന്റെ ഗസയിലുള്ള സാഹചര്യം ഇതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ചെറിയൊരു പ്രദേശം, 40 കിലോമീറ്റർ നീളവും 6-7 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ചെറിയൊരു പ്രദേശത്താണ് ഇസ്രായേലിന്റെ സൈനിക നടപടി 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നത്. മാത്രമല്ല അതിനവർക്ക് സപ്പോർട്ടായി പൂർണ്ണമായി ഉപരോധം ഗസയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാ സൗകര്യങ്ങളും, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഗസക്കകത്തുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും
തകർത്തിരിക്കുകയാണ്. ആ രീതിയിലുള്ള എല്ലാ നിയമവിരുദ്ധമായ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രായേൽ അവിടെ സൈനിക നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ടും ഗസയുടെ മണലാരണ്യങ്ങളിൽ ഇസ്രായേലിന്റെ സൈനികരുടെ കാലിടറുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഗസയിൽ ഇപ്പോഴും സംഭവിക്കുന്നത് എന്ന ലോകത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്രായേലിന് ഗസയെ അധിനിവേശം നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇത് ഇപ്പോൾ ബോധ്യപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്കുള്ള വെല്ലുവിളിയായി തന്നെയാണ്, അല്ലെങ്കിൽ അതിശക്തമായ പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ ഹമാസിന്റെയും അതുപോലെ ഗസയിലുള്ള മറ്റു സായുധ സംഘങ്ങളുടെയും ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയും നെഞ്ചടിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഗസയിലെ പോരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.